പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ IVF-ല് നമ്മൾ എംബ്രിയോ യൂട്രസിനുള്ളിൽ ലഭിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് അത് ട്യൂബിൽ വരുന്നതെന്ന്. സാധാരണ ഗർഭധാരണത്തിൽ അണ്ഡവും ബീജവും തമ്മിൽ യോജിക്കുന്നത് ട്യൂബിലാണ്. പിന്നീട് രൂപപ്പെടുന്ന ഭ്രൂണം ഈ ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ട്യൂബിൽ തന്നെ പതിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. IVF-ൽ നമ്മൾ ഭ്രൂണം നേരിട്ട് യൂട്രസിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ട്യൂബിൽ ഗർഭധാരണം നടക്കുവാൻ സാധ്യതയില്ല എന്നൊരു ധാരണയുണ്ട്. ഇത് പാടെ ശരിയല്ല. വളരെ അപൂർവമായി നമ്മൾ യൂട്രസിൽ വെച്ച എംബ്രിയോ ട്യൂബിനുള്ളിലേക്ക് സഞ്ചരിച്ചു എന്ന് വരും. ട്യൂബിൽ അണുബാധയുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. ട്യൂബുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ വരാം. ഇങ്ങനെയുള്ള നീർക്കെട്ടുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് യൂട്രസിനെ ചുരുക്കുകയും നമ്മുടെ എംബ്രിയോയ്ക്ക് സ്ഥാനചലനം വരികയും ചെയ്യും. കൃത്യമായ സമയങ്ങളിൽ ബീറ്റ പരിശോധനകൾ ചെയ്ത് ഗർഭധാരണം ശരിയായ സ്ഥലത്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. IVF-ന് ശേഷം വയറിനുള്ളിൽ ശക്തമായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഓർക്കുക, IVF-ന് ശേഷം ട്യൂബൽ പ്രഗ്നൻസി സാധാരണമല്ല, അസാധാരണമാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യതയുണ്ട്. അത് കണ്ടുപിടിച്ചാൽ സുരക്ഷിതമായി ചികിത്സിക്കാനും അപകട സാധ്യതകൾ ഒഴിവാക്കാനും കഴിയും. അതുകൊണ്ട് IVF പ്രഗ്നൻസിക്ക് ശേഷം സ്ഥിരമായിട്ടുള്ള ഫോളോ അപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആരോഗ്യകരമായുള്ള ഗർഭധാരണത്തിന് ഇത് വളരെ പ്രാധാന്യമുണ്ട്.